ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ വെച്ച് ദൈവേഷ്ടത്തെ അളക്കരുത് കേട്ടോ. കാരണം ദൈവം പറഞ്ഞ വഴിയിൽ പുറപ്പെട്ട ഇസ്രായേലിൻ്റെ മുമ്പിലാണ് ചെങ്കടൽ വഴിയടച്ചത്. വേറെ വഴി ഉണ്ടായിരുന്നിട്ടും ദൈവം പറഞ്ഞ വഴിയിൽ പുറപ്പെട്ടതാണ്. പുറപ്പാട് പുസ്തകം 13:18. ഇനിയും ദൈവത്തിൻ്റെ വാക്ക് കേട്ട് പുറപ്പെട്ട് ദൈവത്താൽ പുറപ്പെടുവിക്കപ്പെട്ട് ദൈവത്തിൻ്റെ അത്ഭുതം കണ്ട ഇസ്രായേലാണ് മരുഭൂമിയിൽ 3 ദിവസം വെള്ളം കിട്ടാതെ അലഞ്ഞത്, മാറായിൽ. ഇതൊക്കെ ദൈവഹിതത്തിനകത്തുള്ള വഴികളായിരുന്നു കേട്ടോ. ഇനിയും ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും യേശു തൻ്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ചു പറഞ്ഞയച്ചതാണ്. ആ യാത്രയിലാണ് 3 യാമങ്ങളും പ്രതികൂലമായ വെള്ളത്തിനകത്ത്, വീശിയടിക്കുന്ന കാറ്റിനകത്ത് അവർ അലഞ്ഞു തിരിഞ്ഞത്. വേണമെങ്കിൽ അവർക്ക് ആശങ്കപ്പെടായിരുന്നു, കർത്താവ് പറഞ്ഞിട്ടല്ലേ പുറപ്പെട്ടത്, പിന്നെ എന്തുകൊണ്ട് ഈ പ്രതികൂലങ്ങളെന്ന്. യോന ദൈവേഷ്ടത്തിന് വിരുദ്ധമായി സഞ്ചരിച്ചു. കപ്പലിൽ കാറ്റും കോളും ഉണ്ടായി, സത്യം. പക്ഷേ ദൈവനിയോഗത്തിൻ്റെ, ദൈവവാഗ്ദത്തത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, മഹത്വത്തിലേക്ക്, റോമിലേക്ക് യാത്ര ചെയ്യുന്ന പൗലോസിൻ്റെ കപ്പലിനെതിരെ കാറ്റടിക്കുക മാത്രമല്ല, ആ കപ്പല് തകർന്ന് തരിപ്പണമായി പോയി. അവിടെ നിന്ന് മാൾട്ടയുടെ ദ്വീപിൽ ചെല്ലുമ്പോൾ അണലി കയ്യെ ചുറ്റുകയാണ്. ദൈവഹിതത്തിൻ്റെ മധ്യത്തിലും പ്രതികൂലങ്ങൾ ഉണ്ടാകും. ദൈവേഷ്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യനും വെല്ലുവിളികൾ ഉണ്ടാകും. ദൈവത്തോട് പറ്റിയിരിക്കുന്ന മനുഷ്യനും സങ്കടങ്ങൾ ഉണ്ടാകും. ദൈവത്തോട് പറ്റിയിരുന്ന് ദൈവം പറഞ്ഞ വാക്കിനകത്ത് മാത്രം ചലിച്ച ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ ഹൃദയം നൊന്ത് കലങ്ങി നിരാശപ്പെട്ട് ഒന്ന് മരിച്ചാൽ മതിയായിരുന്നെന്ന് തോന്നിയെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്തട്ടെ. ജീവിതത്തിൻ്റെ ഉയർച്ചകളും അനുഗ്രഹങ്ങളും മാത്രമല്ല നമ്മെക്കുറിച്ചുള്ള ദൈവനിയോഗം നിർണ്ണയിക്കുന്നത്. കഷ്ടതകളിലും ദൈവേഷ്ടത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാം. അവിടെയല്ലേ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രദർശിപ്പിക്കാൻ കഴിയുന്നത്.